ഇറാന് അവസാന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ കരാറിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇറാന് ഇനി 10 മുതൽ 15 ദിവസം വരെ മാത്രമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത്. 2 ആഴ്ചകളിൽ വീണ്ടും US ഇറാൻ ആണവ ധാരണ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. You said today on Iran, bad things will happen if Iran doesn't make really bad a deal. things. What will that? I'm not going to talk to you about that. Okay, can you just let me know what is the goal if there is a U.S. military Well, we're strike? either make a deal or we're going to get a deal one way or the other. But with a military strike, is it to wipe out their nuclear program? I'm not going to talk to you about that, but we're either going to get a deal or it's going to be unfortunate for them. And you said today 10 days. You've given them a deadline firm to make a deal? I would think that would be enough time, 10, 15 days, pretty much maximum. അതേസമയം തന്നെ തങ്ങളെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാനും ആവർത്തിച്ചു. UN സെക്രട്ടറി ജനറലിനെ അയച്ച കത്തിലാണ് ഇറാൻ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇറാൻ അമേരിക്ക സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് ഐസൻ? തീർച്ചയായും ഈ ഒരു പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഘടകം ഒരു വലിയ സംഘർഷാവസ്ഥയ്ക്കുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ്. അത് അവസാനിപ്പിക്കുന്നതിനെ ആണവ ധാരണയിലെത്തുക എന്ന ഒരു അന്തിമ അവസരമായി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായി തന്നെ ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നു. 10-15 ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതിനുള്ളിൽ അന്തിമ തീരുമാനത്തിലെത്തണം. അവർക്ക് ധാരണയിലെത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യാം. അതായത് ഇറാനെ ആണവ ധാരണയിലെത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും, അല്ലെങ്കിൽ വളരെ മോശം സംഭവങ്ങൾ, ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ എന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനർത്ഥം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 10-15 ദിവസങ്ങൾക്കുള്ളിൽ ഒരു അന്തിമ നീക്ക തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് തന്നെ അമേരിക്ക പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ വളരെ കൃത്യമായ ഒരു മറുപടി ട്രംപിന്റെ ഈ നിലപാടിനെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇറാന്റെ UN സ്ഥിരം പ്രതിനിധി UN സെക്രട്ടറി ജനറലിന് അയച്ച കത്തിലാണ് അക്കാര്യം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈ കത്തിൽ കാണുന്നത് പോലെ തന്നെ വളരെ കൃത്യമായ ഒരു നിലപാട് നേരത്തെ തന്നെ അബ്ബാസ് അറാഖ്ചി അറിയിച്ചിരുന്നു. അതായത് ലക്ഷ്യമിടുന്ന പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെല്ലാം തന്നെ തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ലക്ഷ്യമിടുമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതേ നിലപാട് വളരെ കൃത്യമായി തന്നെ UN ചാർട്ടറിന്റെ കൂടി അടിസ്ഥാനത്തിൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായി അത് നടപ്പിലാക്കുമെന്ന് കൃത്യമായി UN സെക്രട്ടറി ജനറലിനെ കത്തയക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ പ്രതിനിധിയാണ് ആ കത്തിൽ ഒപ്പിടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും വായിച്ചെടുക്കാവുന്ന ഒരു സത്യമുണ്ട്. അതായത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആണവ ധാരണ ഉണ്ടാകാനുള്ള 15 ദിവസം നൽകിയിരിക്കുന്നതിനെ അന്തിമ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആക്രമണത്തിലേക്ക് തന്നെ നീങ്ങും. അല്ലെങ്കിൽ അതിന് അനുകൂല ഘടകങ്ങളില്ല എങ്കിൽ അതിന് മുൻപേ തന്നെ ആക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതേസമയം അത്തരത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, അൽ ഉദൈദ് പോർട്ട് ഉൾപ്പെടെ, ഖത്തറിലെ പോർട്ടിൽ ഉൾപ്പെടെ വലിയ സൈനിക സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കിയിട്ടുണ്ട്. ആ സൈനിക സംവിധാനങ്ങളെ കൃത്യമായി ലക്ഷ്യം വയ്ക്കുമെന്നൊരു നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരു പരിധിവരെ സംഘർഷ സാധ്യത കൃത്യമായി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ 15 ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപോ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇത് അമേരിക്കയെയോ ഇറാനെയോ മാത്രം ബാധിക്കുന്ന വിഷയവുമല്ല. ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക കൂടി വർദ്ധിപ്പിക്കുന്ന സംഭവ വികാസങ്ങളിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ അത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ വാർത്തകളിൽ തന്നെ അത് വീണ്ടും പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടനൊക്കെ ചില നിലപാടുകൾ ഇക്കാര്യത്തിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഒരു കടുത്ത നടപടി ഇറാനെതിരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അമേരിക്കയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഒരു പരിധിവരെ. അതുപോലെ തന്നെ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾ ഇത് സംബന്ധിച്ച കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായ മറ്റൊരു സംഭവവികാസം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 25-26 ദിവസങ്ങളിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിക്കുന്നുണ്ട്. ഇസ്രയേലിനെ അമേരിക്ക നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ധാരണയിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ സംഘർഷ സാധ്യതയുണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക. ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന്
നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഭാരതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യമോ അത് സംബന്ധിച്ച് കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷയുടെ വഴികൾ പലയിടങ്ങളിലും തുറക്കുന്നുണ്ട്. അതേസമയം തന്നെ സംഘർഷത്തിന്റെ വഴികൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. രാഖി. ശരി ഹൈസൻ, എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്ന മണിക്കൂറിലേക്കാണ്. എന്തിനേറെ പറയുന്നു, പശ്ചിമേഷ്യ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇറാന് അമേരിക്ക 15 ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ്. ഐസൻ ജോസാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.